സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 145 17 മുതൽ 20 വരെ. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാവുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെയും അവിടുന്ന് നശിപ്പിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സങ്കീർത്തനം 145 17 മുതൽ 20 വരെ നാം ധ്യാനിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തൻ്റെ ഭക്തന്മാരോടുള്ള, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന അഥവാ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരോടുള്ള തൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ്, ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതിമാനായ ദൈവം, ന്യായം പ്രവർത്തിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ പ്രവൃത്തികളെ ഉറ്റുനോക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ദയ, ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ കരുണ, ഇത് മർത്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിധങ്ങളാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുവാനിടയായത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തൻ്റെ ഭക്തൻ്റെ അപേക്ഷകൾ ശ്രവിക്കുമ്പോൾ അവ കുറിച്ചു വയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം. അതെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തൻ്റെ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കും. തൻ്റേതായ സമയത്തിന് അഥവാ ഒരു ദിവസം നമ്മുടെ യാചനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അതിനെല്ലാം ഉത്തരം നൽകുവാനിടയാവും. തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യുന്നു. എത്ര ആശ്വാസം നൽകുന്നതാണ് ഈ തിരുവചനങ്ങൾ! എത്ര ആശ്ചര്യകരമാണ് ഈ തിരുവചനങ്ങൾ! ഒരു ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ. ഈ മുഴുപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് ദൈനംദിനം അനുനിമിഷം മുഴുപ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങൾക്കും ജീവനും ചൈതന്യവും നൽകിക്കൊണ്ട് ദൈവം ഈ മുഴുപ്രപഞ്ചത്തെ പരിപാലിക്കുന്നത്, പരിപോഷിപ്പിക്കുന്നത് എത്ര ആശ്ചര്യകരമാണ്, അത്ഭുതകരമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആകാശം പോലും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഈ മുഴുപ്രപഞ്ചം ദൈവത്തിൻ്റെ കൈവേലയാണ്. ആ ദൈവത്തിൻ്റെ കരവേലയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ ഭയഭക്തി അർപ്പിച്ച്, ദൈവത്തിൽ ആശ്രയം വച്ച് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് സമീപസ്ഥനായി കൂടെയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ പ്രകാരം നമ്മെ വഴി നടത്തുന്ന ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈനംദിനം പ്രാർത്ഥിക്കാം, അവിടുത്തെ ശബ്ദം കേൾക്കാം. നാം കേൾക്കുന്ന തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അങ്ങനെയായാൽ
ദൈവം കൂടെ ഇരിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യും. ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിഹ്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിഹ്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം
നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.